ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് ശേഷം സഭയെ ആരാണ് നയിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ജിജ്ഞാസയിലാണ് ലോകം. ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്ന് പ്രവചിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഒരു മാർപ്പാപ്പ കാലം ചെയ്യുമ്പോൾ അടുത്ത മാർപ്പാപ്പയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക മാധ്യമങ്ങളുടെ ധർമ്മമായിട്ട് കരുതപ്പെടുന്നു. എന്നാൽ മാധ്യമങ്ങൾ തയ്യാറാക്കുന്ന ഈ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ചല്ല മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത് എന്നുള്ളതാണ് ചരിത്ര സത്യം. അതിനുള്ള കാരണം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ഒരു മാനുഷിക പ്രക്രിയ അല്ല എന്നുള്ളത് കൊണ്ടാണ്. കഴിവിൻ്റെയോ മറ്റ് യോഗ്യതകളുടെയോ മാത്രം അടിസ്ഥാനത്തിലല്ല മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതൊരു ദൈവിക ഇടപെടലായിട്ടാണ് പൊതുവെ വിശ്വസിക്കപ്പെടുക. എങ്കിലും ഏത് തരത്തിലുള്ള മാർപ്പാപ്പയാണ് ഉണ്ടാകാൻ ഇടയുള്ളത് എന്ന് ന്യായമായി അനുമാനിക്കുവാൻ സാധിക്കും. ഈ അനുമാനം 2-3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തേത്, കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളോട് ഭാവാത്മകമായി പ്രത്യുത്തരിക്കാൻ സാധിക്കുന്ന അജപാലകനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, സഭയുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, മുൻഗാമികളുടെ നിലപാടുകളെ പരിശോധിച്ച് നടത്തുന്ന തിരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ അടുത്ത മാർപ്പാപ്പ ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ ചിന്തയ്ക്ക് അടിസ്ഥാനം ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ സഭ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഭയുടെ ഫോക്കസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നീതി നിഷേധിക്കപ്പെട്ടവർ ഒക്കെയായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ വസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ നയിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും സഭയുടെ തലവൻ ഉണ്ടാവുക ആവശ്യമാണ് എന്ന ചിന്തയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അനുമാനം. അതുപോലെ തന്നെ സാമൂഹിക നീതി, മതാന്തര സംവാദങ്ങൾ ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് സഭയുടെ സാരഥി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യമായി കരുതപ്പെടുന്നു. മറ്റൊരു ചിന്ത, ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ പുരോഗമന ചിന്തയും മാറുന്ന ലോകത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ സംവേദനശേഷിയുമുള്ള ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സഭയ്ക്കുള്ളിലെ വിഭജനങ്ങൾ അവസാനിപ്പിക്കാനും മുറിവുകൾ ഉണക്കാനും പ്രാപ്തിയുള്ള ഇടയനെ വേണമെന്നാഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പുരോഗമനവാദികളെയും യാഥാസ്ഥിതികരെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന തന്ത്രപരമായ അജപാലന നേതൃത്വം സഭയ്ക്ക് ആവശ്യമാണ് എന്ന് കരുതുന്നവരുണ്ട്. കരുണയുടെയും ഐക്യത്തിൻ്റെയും പാലങ്ങളാണ് ഇക്കാലത്ത് ആവശ്യമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സഭയുടെ പരമ്പരാഗത ചട്ടക്കൂടുകൾക്കപ്പുറത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പായെ പോലെ അല്ലാതെ യാഥാസ്ഥിതിക മനോഭാവമുള്ള, കൂടുതൽ കാർക്കശ്യത്തോടെ വിശ്വാസവും ലിറ്റർജിയും സന്മാർഗവുമൊക്കെ കാത്തുസൂക്ഷിക്കുന്ന നിലപാടുകളുള്ള ഇടയന്മാർ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന പക്ഷവും സഭയ്ക്കുള്ളിലുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കേണ്ട കാര്യമല്ല. ഇപ്പറഞ്ഞതെല്ലാം മാനുഷിക പരിഗണനകളും ചിന്തകളുമാണ്. മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പരിമിതമായ ചിന്താഗതികളെ മറികടക്കുന്നതിന് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാളന്മാരെ
പരിശുദ്ധാരൂപിയുടെ വെളിച്ചം നയിക്കുമെന്ന പ്രത്യാശയാണ് സഭയ്ക്ക് ഉള്ളത്.